മഞ്ഞുമൽ ബോയ്സ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ യൂസ്ഡ് കാർ ഷോറൂമിൽ ഇഡിയുടെ പരിശോധന. സൗബിൻ ഷാഹിറിന് പങ്കാളിത്തമുള്ള സ്ഥാപനത്തിലാണ് പരിശോധന. സ്ഥാപന ഉടമ മുജീബ് റഹ്മാനെ ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ഇഡി കടുപ്പിക്കുന്നു, കൂടുതൽ വല മുറുക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തെല്ലാം പരിശോധനകളാണ് നടക്കുന്നത്? സൗബിൻ ഷാഹിറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഇപ്പോഴത്തെ പരിശോധന? മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ മറവിൽ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. നേരത്തെ നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഈ സൗബിൻ ഷാഹിർ, ഷോൺ എന്നിവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇഡി ഈ നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കൂടി കടന്നത്. അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക്, അതായത് ഷൗബിനെതിരായ അന്വേഷണം കൂടുതലും കടുപ്പിച്ചിരിക്കുന്നത്. ഈ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ യൂസ്ഡ് കാർ ഷോറൂമിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. സൗബിന് പങ്കാളിത്തമുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നത്. സ്ഥാപന ഉടമ മുജീബ് റഹ്മാനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം GST ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുക്കുന്നു. അതായത് ഒരു സമയം ഇഡി ഈ സ്ഥാപന ഉടമ മുജീബിനെ ചോദ്യം ചെയ്യുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ്, അതേ സമയം തന്നെയാണ് ഈ സ്ഥാപനത്തിലും പരിശോധന നടക്കുന്നത്. മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത്. പരാതിക്കാരനായ അരൂർ സ്വദേശിയും സിറാജിന്റെ പരാതിയിൽ ഈ സ്ഥാപനത്തിലേക്ക് പണം പോയതായി ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗബിന് ബന്ധമുള്ള, അതായത് കള്ളപ്പണം ഉൾപ്പെടെ നിക്ഷേപിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ഒരു സ്ഥാപനത്തിന് നേരെ ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. സൗബിന് പങ്കാളിത്തമുണ്ട്, ഇവിടെ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ നടപടികൾ പുരോഗമിക്കുന്നത്. അപർണ. റൈറ്റ്, ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകി.